വി ലുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആൻഡ് പൈൻ ഫോർ വാട്ട് ഈസ് നോട്ട്. ഇത് പി ഷെല്ലി എഴുതിയ ഒരു കവിതയുടെ 2 ലൈനുകളാണ്. ഓ ടു സ്കൈലാർക്ക് എന്ന കവിത പഠിച്ചിട്ടുള്ള പലരും ഉണ്ടാകാം. വി ലുക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആൻഡ് പൈൻ ഫോർ വാട്ട് ഈസ് നോട്ട്. മനുഷ്യന്റെ പ്രത്യേകത എന്താ? ഇന്നലകളിലേക്ക് നോക്കും, ഇന്നലകളിൽ കിട്ടാത്ത കാര്യങ്ങളെ ഓർത്ത് കരയും. ഇന്നലെ എനിക്ക് കിട്ടിയായിരുന്നെങ്കിൽ, അതുണ്ടായിരുന്നെങ്കിൽ, അവരെ കണ്ടായിരുന്നെങ്കിൽ. അപ്പം അതേപ്പറ്റി ഓർത്ത് കുറെ കരയും, കിട്ടിയില്ലല്ലോ. പിന്നെ ആൻഡ് ആഫ്റ്റർ, വരാനിരിക്കുന്ന കാര്യങ്ങൾ. ആഫ്റ്റർ, ഇന്ന് കഴിഞ്ഞിട്ടേ അതെങ്ങനെ ആയിരിക്കും എന്നോർത്ത് കുറെ നേരം വിലപിക്കും. കാരണം നമുക്കൊരു പിടിയുമില്ല, ഒരു നിശ്ചയവുമില്ല. ഇന്നെങ്ങനെയായിരിക്കും, ഇന്ന് മഴ പെയ്യുമോ, ഇന്നത്തെ ഉച്ചയ്ക്ക് ഭക്ഷണം കരിഞ്ഞു പോകുമോ, നല്ല ടേസ്റ്റ് ഉണ്ടാകുമോ, വൈകുന്നേരം കാണുന്ന സിനിമ നല്ല വി ഡോണ്ട് നോ, ഇന്ന് ട്രാഫിക് ജാം ഉണ്ടാകുമോ, വി നോ നത്തിങ്. ഓക്കെ. അപ്പോൾ മനുഷ്യൻ 2 കാര്യങ്ങൾ ഓർത്ത് ജീവിതത്തിൽ കരയുന്നവരാണ്. ഒന്ന്, ഇന്നലകളിലെ നഷ്ടങ്ങളെയും കിട്ടാത്തതും ഓർത്ത് കരയുന്നു. രണ്ടാമത്തത്, നാളെ എന്നതിനെ ഓർത്തും കരയാൻ. പൈൻ ഫോർ, ഡിസയർ ഫോർ വാട്ട് ഈസ് നോട്ട്, ഇല്ലാത്തതിനെ ഓർത്ത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യം, ഈ ബിഹേവിയർ പാറ്റേൺ എനിക്കുണ്ടോ? ഞാൻ എന്താണ് ആക്ച്വലി ചെയ്യേണ്ടത്? ഒരു ചെറിയ കഥയിലേക്ക് പോകാം. ഒരിക്കലൊരു സ്കൂൾ, നമ്മളൊക്കെ പണ്ട് പഠിച്ച സ്കൂളിന്റെ കാര്യം ഓർത്താൽ മതി. ഇപ്പോഴത്തെ മോഡേൺ ഹൈടെക് സ്കൂളല്ല, ഒത്തിരി കോമ്പൗണ്ട് ഉള്ള വലിയൊരു സ്കൂൾ. ആ സ്കൂളിൽ ധാരാളം കുട്ടികൾ പഠിക്കുന്നു. ഒരു ദിവസം വൈകുന്നേരം 4 മണിക്ക് സ്കൂളൊക്കെ വിട്ടു. കുട്ടികളും അധ്യാപകരും എല്ലാം വീടുകളിൽ പോയപ്പോൾ 2 കൂട്ടുകാർ മാത്രം ആ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ അങ്ങനെ തങ്ങി നിന്നു. അവർ സ്കൂൾ വിട്ട് പോയില്ല. അവരാരും കാണാണ്ട് സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ നിന്നു. എല്ലാ സ്കൂളിലും കാണുമല്ലോ, ചില വികൃതികൾ കാണും. മനസ്സിൽ നിന്ന് ഓർത്തെടുത്താൽ മതി. എന്തെങ്കിലുമൊക്കെ വികൃതികൾ ഒപ്പിക്കുന്ന കൂട്ടുകാർ കാണും. അപ്പോൾ ഈ 2 കൂട്ടുകാർ വികൃതിക്കാരായിരുന്നു. അവർ പറഞ്ഞു, എടാ നമുക്കൊരു കാര്യം ചെയ്താലോ. ഒരുത്തൻ ഒരു പദ്ധതി പറഞ്ഞു, മറ്റവനും പറഞ്ഞു ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. ഇവരുടെ പദ്ധതി എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, ഇവർ പുറമെ പോയി 3 ആടുകളെ സംഘടിപ്പിച്ച് കോമ്പൗണ്ടിൽ കൊണ്ടുവന്നു. ഓർക്കണം, ഈ സമയത്ത് അവിടെ ആരുമില്ലേ. പുറമെ പോയി 3 ആടുകളെ കൊണ്ടുവന്നു. എന്നിട്ട് ഇവർ ഈ ഓരോ ആടിന്റെയും മേത്ത് നമ്പർ പതിപ്പിച്ചു. ഒന്നാമത്തെ ആട് നമ്പർ 1, രണ്ടാമത്തെ മുകളിൽ നമ്പർ 2, മൂന്നാമത്തതിന്റെ മുകളിൽ 3 അല്ല നമ്പർ 4 ആ പതിപ്പിച്ചത്. ഇത് കഥയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1, 2 ആൻഡ് 4 ആണ്. അങ്ങനെ ഈ 1, 2, 4 നമ്പറുകൾ പതിപ്പിച്ച ആടുകളെ കോമ്പൗണ്ടിൽ വിട്ടു. രാത്രിയായി. ആടുകൾ അതിലേക്ക് മേഞ്ഞൊക്കെ നടന്നു. 2 ബിരുദന്മാർ വീട്ടിൽ പോയി. പിറ്റേ ദിവസം നേരം വെളുത്തു. സ്കൂൾ തുറക്കേണ്ട സമയത്ത് നോൺ ടീച്ചിങ് സ്റ്റാഫും അധ്യാപകരും കോമ്പൗണ്ടിലെത്തിയപ്പോൾ എന്ത് കണ്ടു? 3 ആടുകളെ കണ്ടു. 3 ആടുകൾ കോമ്പൗണ്ടിലോ? ഒരിക്കലും കാണാത്ത 3 ആടുകൾ കോമ്പൗണ്ടിൽ. എങ്ങനെ ആടുകൾ വന്നു? അവർ ശരിക്ക് പരിശോധിച്ചപ്പോൾ ആടുകളിൽ നമ്പറുണ്ട്, 1, 2 ആൻഡ് 4, 4 എന്ന നമ്പർ. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് സംശയം വന്നു, എവിടെ പോയി നമ്പർ 3? മൂന്നാമത്തെ ആട് എവിടെ പോയി? ഹൈലി ക്വാളിഫൈഡ് അധ്യാപകരാണ്. നോൺ ടീച്ചിങ് സ്റ്റാഫ് ഉണ്ട്, ഹെഡ് മാസ്റ്റർ ഉണ്ട്, പ്രിൻസിപ്പൽ ഉണ്ട്. അവിടെ ഇന്റലക്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. 4, മൂന്നാമത്തെ ആട് എവിടെ പോയി? അങ്ങനെ രാവിലെ മുതൽ ഇവർ മിസ്സായ ആടിനെ അന്വേഷിച്ച് നടത്തം തുടങ്ങി. എവിടെ പോയി മൂന്നാമത്തെ ആട്? അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫ്, പ്രിൻസിപ്പൽ എല്ലാവരും അടക്കം കോമ്പൗണ്ട് തിരയാൻ തുടങ്ങി. കാരണം ആ മിസ്സിംഗ് ആടിനെ കണ്ടെത്തണ്ടേ. ക്ലാസ് തുടങ്ങാൻ ബെല്ലടിക്കാൻ ഡിലേ വരുത്തി. കാരണം ആടിനെ കാണാതെ എങ്ങനെ ബെല്ലടിക്കും? 10 മണിയായിട്ടും ആടിനെ കാണുന്നില്ല. അപ്പോൾ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികളെയും കൂടി കൂട്ടി മിസ്സായിരിക്കുന്ന ആടിനെ കണ്ടുപിടിക്കാൻ. അങ്ങനെ 10ാം ക്ലാസ്സുകാർ, 8ാം ക്ലാസ്സുകാർ, 9ാം ക്ലാസ്സുകാർ എല്ലാവരും ആ വലിയ കോമ്പൗണ്ടിൽ മിസ്സിംഗ് ആയിരിക്കുന്ന ആടിനെ തേടി നടന്ന്. ഉച്ചയായി, ആടില്ല. അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോൾ
അധ്യാപകർ തീരുമാനിച്ചു ഈ മിസ്സിംഗ് ആടിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ സ്കൂളിലെ കുട്ടികളെ മുഴുവൻ വിട്ടു അന്വേഷിക്കാൻ. കോമ്പൗണ്ട് നിറയെ അന്വേഷണമാ. എല്ലാവരും മിസ്സിംഗ് ആടിനെ അന്വേഷിച്ച് നടക്കുകയാ. വേർ ഇസ് ഇറ്റ്, വേർ ഇസ് ഇറ്റ്. പല രീതിയിൽ അന്വേഷിച്ചു, തലചൊറിഞ്ഞും അന്വേഷിച്ചു. മണിക്കൂറുകൾ അന്വേഷിച്ചിട്ടും മിസ്സിംഗ് നമ്പർ 3 കാണാൻ സാധിച്ചില്ല. അങ്ങനെ അന്നത്തെ ദിവസം നിരാശരായ അധ്യാപകർ എല്ലായിടത്തും ഓടിപ്പാഞ്ഞു നടന്നു. നോ ഹോപ്പ്. മിസ്സിംഗ് ആഡ് നമ്പർ 3 നോട്ട് ഫൗണ്ട് എനിവെയർ. അങ്ങനെ അന്നത്തെ ദിവസം സ്കൂളും നേരത്തെ വിട്ടു. കാരണം അധ്യാപകരാരും പഠിപ്പിക്കാൻ ക്ലാസ്സിൽ കയറിയിട്ടില്ല. എല്ലാവരും മിസ്സിംഗ് ആഡ് നമ്പർ 3 അന്വേഷിച്ചിപ്പോഴും നടക്കുകയാ. കഥ തൽക്കാലം ഇവിടെ തീരുകയാ. കഥ തീർന്നിട്ടല്ല, ഇവിടെയാണ് നമുക്ക് ആരംഭിക്കേണ്ടത്. നമ്മുടെ ചോദ്യം, വാട്ട്സ് യുവർ മിസ്സിംഗ് നമ്പർ 3 എന്നതാ ചോദ്യം. നമ്മളും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? ജീവിതത്തിൽ 1, 2, 4 ഉണ്ട്. പക്ഷേ ആ മിസ്സിംഗ് നമ്പർ 3 അതെവിടെ പോയി? അതില്ലാതെ എനിക്കെങ്ങനെ ഇത് ജോലി ചെയ്യാൻ സാധിക്കും? എങ്ങനെ ഭക്ഷണം കഴിക്കാൻ സാധിക്കും? എങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും? അങ്ങനെ ഉള്ളതിനെ ഇട്ടിട്ട് അന്വേഷിച്ച് നടക്കുകയാ, ഇല്ലാത്ത 3-നെ. പല മനുഷ്യരും ദുരന്ത അവസ്ഥ ഇത് തന്നെയാ. ഗോയിങ് ആഫ്റ്റർ ദ മിസ്സിംഗ് 3. ചിലര് പറയും, എന്റെ മിസ്സിംഗ് 3 എന്റെ ഹൈറ്റാ. എനിക്കിപ്പോൾ 5 അടിയേ ഉള്ളൂ. ഒരു 4 ഇഞ്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ മിസ്സിംഗ് 3. ആർ യു ആഫ്റ്റർ യുവർ മിസ്സിംഗ് 3? ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ചിലരെ സംബന്ധിച്ച് അത് വെയിറ്റ് ആണ്. മിസ്സിംഗ് 3, എനിക്ക് ഇത്രയും കൂടി വെയിറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ. അല്ലെ കോംപ്ലക്ഷൻ, എന്റെ കോംപ്ലക്ഷൻ ഇതിന് പകരം മറ്റൊരു കോംപ്ലക്ഷൻ ആയിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ടതാ, അല്ലെ? പലരും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കോംപ്ലക്ഷൻ പ്രശ്നങ്ങൾ ഒത്തിരി പേരുണ്ട്. എന്റെ കളറാണ് ശരിയല്ലാത്തത്. ഈ കളർ ഒന്ന് ശരിയായിരുന്നെങ്കിൽ ഞാൻ എവിടേക്ക് എത്തിപ്പെടേണ്ട ആളാ. എനിക്ക് എൻജുവിന് ജോലി കിട്ടാണ്ടായിപ്പോ എന്റെ കളർ കൊണ്ടാ. എന്നെ ഡാൻസിന് കൂട്ടാത്തതിന്റെ കളർ കൊണ്ടാ. എന്നോട് ആളുകൾ കൂട്ടുകൂടാത്തതിന്റെ കളർ കൊണ്ടാ. ആണോ എന്നതാ ചോദ്യം. അല്ല എന്ന് തെളിയിക്കാൻ ധാരാളം എക്സാമ്പിൾസ് നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ പലരുടെയും ചിന്ത ഈ മിസ്സിംഗ് 3, എനിക്കെന്തോ ഒന്നില്ല, ആ കാരണം കൊണ്ട് എന്റെ ജീവിതം നശിച്ചിരിക്കുകയാ. ജെൻഡർ, ഞാൻ ഇപ്പോഴൊരു പുരുഷനാണ്, ഞാൻ സ്ത്രീ ആയിരുന്നെങ്കിൽ, ഞാൻ സ്ത്രീയാണ്, ഞാൻ പുരുഷനായി ജനിച്ചിരുന്നെങ്കിൽ എന്റെ മിസ്സിംഗ് 3. ക്വാളിഫിക്കേഷൻ, ഞാൻ ഇത്ര വരെയേ പഠിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നവർ നമ്മുടെ സമൂഹത്തിൽ കാണാൻ. ഞാൻ 10 വരെയേ പഠിച്ചിട്ടുള്ളൂ, അല്ലെ 8 വരെയേ പഠിച്ചിട്ടുള്ളൂ, +2 വരെയേ പോയിട്ടുള്ളൂ, അല്ലെ ഡിഗ്രി വരെ, വാട്ട് ഓർ മേ ബി. മിസ്സിംഗ് 3, യുവർ ക്വാളിഫിക്കേഷൻ, യുവർ എക്സ്പീരിയൻസ്. അനുഭവം കുറവ്, 2 കൊല്ലത്തെ പരിചയമേ ഉള്ളൂ. പലരും ഡിഗ്രി കഴിഞ്ഞു, ഇപ്പൊ എന്ത് ചെയ്യാ? ഡിഗ്രി കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? 2 കൊല്ലമായി, അല്ലെ 3 കൊല്ലമായി. എന്തെടുക്കുകയായിരുന്നു? എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തത് കാരണം ഒരിടത്തും ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് എവിടുന്നോ ഒരിടത്തുനിന്ന് അങ്ങനെ പറഞ്ഞു കാണാൻ സാധ്യതയുണ്ട്. അതിനുശേഷം വീട്ടിലിരിക്കുക കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട്. കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് വീട്ടിലിരുന്ന എക്സ്പീരിയൻസ് ഉണ്ടാകും. മിസ്സിംഗ് 3. സ്കിൽസ്, ചില സ്കില്ലുകൾ എനിക്ക് അപാകതയുണ്ട്. ഉദാഹരണത്തിന്, എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, എനിക്ക് ലീഡർഷിപ്പ് സ്കിൽസ്, സോറി, സ്വല്പൊരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള സ്കില്ലില്ല, ഡിസിഷൻ എടുക്കുന്ന സ്കില്ലില്ല, ടൈം മാനേജ്മെന്റ് സ്കിൽ, ടീം ബിൽഡിംഗ് സ്കിൽ, കുക്കിംഗ് സ്കിൽസ്, ടെക്നോളജി സ്കിൽ, ഡ്രൈവിംഗ് സ്കിൽ. എനിക്ക് ചില സ്കില്ലുകളുടെ അപാകതകളുണ്ട്. ആർ യു complaining because you do not have a particular skill? Connections, പലപ്പോഴും പറഞ്ഞു കേൾക്കാറില്ലേ, എനിക്ക് ആ ജോലി കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട്, പക്ഷേ
ആ ജോലി എനിക്ക് മേടിച്ചു തരാനായിട്ട് കണക്ഷൻസ് ഇല്ല, റെക്കമെൻഡേഷൻ നടത്താൻ ആളുകളില്ല. ഞാനൊരു മിസ്സിംഗ് ത്രീയുടെ ചെറിയൊരു ലിസ്റ്റ് ഇവിടെ ഇട്ടതാ. ഓരോ ആളും പരിശോധന നടത്തുക. നിങ്ങൾ ഇതിൽ ഏതൊക്കെ ഇല്ല 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 എന്ന് പറഞ്ഞാണ് ജീവിതം നിങ്ങൾക്കും മറ്റുള്ളവർക്കും ദുസ്സഹമാക്കുന്നത് എന്ന് സ്വയം ആത്മപരിശോധന നടത്തുക. മിസ്സിംഗ് ത്രീയുടെ പുറകെ പോകുന്നതിന് പകരം യൂസ് ടു ദ ഫുൾ ഫസ്റ്റ് വാട്ട് യു ഹാവ്. നമ്മുടെ ഇന്നത്തെ തീം യൂസ് ടു ദ ഫുൾ ഫസ്റ്റ് വാട്ട് യു ഹാവ്. ഇല്ലാത്ത മൂന്നാമത്തെ ആടിന്റെ പുറകെ പോകുന്നതിന് പകരം, അത് നമുക്ക് പിന്നീട് കണ്ടുപിടിക്കാം. ആദ്യമേ നിങ്ങൾക്കുള്ളതെന്ത് അതിനെ പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുക. എന്നിട്ടാകാം മിസ്സിംഗ് ത്രീ എവിടെ പോയി എന്ന് കണ്ടുപിടിക്കാൻ. No person has the power to have everything they want, but it is their power not to want what they don't have and to cheerfully put to good use what they do have. സെനക്ക പറഞ്ഞിരിക്കുന്നതാ, ഒരു മനുഷ്യനും no person has the power to have everything they want. ആ വ്യക്തിക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ടാക്കാൻ ഒരു വ്യക്തിക്ക് സാധിക്കണമെന്ന് നിർബന്ധമില്ല. But it is in their power not to want what they don't have. പക്ഷെ എല്ലാ വ്യക്തിക്കും എന്ത് കഴിവുണ്ട്? ചിലതൊക്കെ നമുക്കില്ല. ആ ഇല്ലാത്തത് ഇല്ല എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. And to cheerfully put to good use what they do have. എന്നിട്ട് ഉള്ളത് ഉപയോഗപ്പെടുത്തുക. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ ചില കുടുംബങ്ങളിൽ അവർ ഉള്ളത് കൊണ്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. ചിലപ്പോൾ ചെറിയൊരു വീടും ചുറ്റും 3 സെന്റ് സ്ഥലമേ കാണുകയുള്ളൂ. ആ 3 സെന്റ് സ്ഥലമുള്ള വ്യക്തിയായിരിക്കാം ഏറ്റവും കൂടുതൽ അടുക്കളയിലേക്കുള്ള കുരുമുളക് ഉൽപ്പാദിപ്പിക്കുക, പച്ചമുളക് ഉൽപ്പാദിപ്പിക്കുക, കറിവേപ്പില ഉൽപ്പാദിപ്പിക്കുക, ചീര ഉൽപ്പാദിപ്പിക്കുക. ടെറസുകളിൽ 2-3 ചാക്കുകളിലായി എന്തിനു പറയുന്നു, മാവിൽ മാങ്ങ വരെ ഉൽപ്പാദിപ്പിക്കുന്നവരുണ്ട്. എന്താ കാരണം? അവർക്ക് ഫോക്കസ് ചെയ്യാൻ അറിയാം, അവർക്കുള്ളത്. ഇതില്ലാത്തവരെന്ത് ചെയ്യും? ഇവിടെ എവിടെ സ്ഥലം കിടക്കുന്നു എന്നൊരു ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം നമുക്കൊട്ടുണ്ടാവുകയുമില്ല. മൈൻഡ് പ്ലസിന്റെ പേർപ്പസ് എന്താ? ഓരോ വ്യക്തിയും അവനവനിൽ ഉള്ളത് ആദ്യം കണ്ടെത്താൻ സഹായിക്കുക, ഉള്ളിലേക്ക് നോക്കുകയാണ്. ഇല്ലാത്തത് ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല എന്ന് മൈൻഡ് പ്ലസ് മെമ്പേഴ്സ് തിരിച്ചറിയുകയാണ്. മനോഹരമായൊരു ചിത്രമായി കാണുന്നത്. ഒന്ന് കണ്ടോളൂ. ആ വ്യക്തി നൂറുകണക്കിന് ഏണികളുടെ കൂമ്പാരത്തിന് മുകളിൽ കയറി നിന്നിട്ട് മനസ്സിൽ പറയുന്നത് എന്തായിരിക്കാം? ഒരേണി കിട്ടിയായിരുന്നുവെങ്കിൽ, ഒരേണി കിട്ടിയായിരുന്നെങ്കിലേ എനിക്ക് ആ ഏണി വെച്ച് ഈ മതിലിന്റെ അപ്പുറം പോയിട്ട് അവിടെ വല്ല ഏണിയുണ്ടോ എന്ന് നോക്കാമായിരുന്നു അല്ലേ. അപ്പോൾ ഏണിക്കൂമ്പാരങ്ങളുടെ മുകളിൽ കയറി നിന്ന് ഒരേണി കിട്ടിയായിരുന്നുവെങ്കിൽ എന്ന് പറയുന്ന എന്തുമാത്രം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ചോദ്യം, മൈൻഡ് പ്ലസ് അവനവനിലേക്കാണ് വിരൽ ചൂണ്ടേണ്ടത് എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒത്തിരി പേരുണ്ട്. ആ വിരൽ നമുക്ക് നമ്മുടെ നേരെ തന്നെ ഒന്ന് ചൂണ്ടി നോക്കുക. ഞാൻ ഇങ്ങനെയാണോ? മിസ്സിംഗ് ത്രീയുടെ പുറകെ പോകുന്ന വ്യക്തിയാണോ? അതോ എന്റെ സാധ്യതകൾ, എന്റെ കൂടെയുള്ള കഴിവുകൾ, അവയിലല്ലേ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? നമുക്ക് ജെന്റിലായി കണ്ണുകളൊന്ന് ക്ലോസ് ചെയ്യാം. ക്യാൻ ജെന്റ്ലി ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ ശാന്തമായി ക്ലോസ് ചെയ്തോളൂ.